നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള കാർ കമ്പനികളുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കമ്പനികൾ ഏതാണ് എന്നാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം മാർക്കറ്റ് കറക്ഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് നല്ലൊരു വാല്യുവേഷനിൽ ഈ കമ്പനികളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ടോട്ടലായിട്ടുള്ള ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മഹീന്ദ്ര, മാരുതി സുസുക്കി, ടാറ്റ മോട്ടോഴ്സ്, ഹുണ്ടായി ഈ 4 കമ്പനികളാണ് നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും വലിയ കാർ കമ്പനികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ 2023 സെയിലും 2024 സെയിലും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്കറിയാം 2023-24 ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെയാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് വന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെയാണ്. ഇവിടെ വരുമ്പം 2.5%, 2.8%, 17 ലക്ഷത്തി സംതിങ്ങിൽ നിന്ന് 17,10,000 നിന്ന് 17,50,000 യൂണിറ്റ്സാണ് വണ്ടികളാണ് നമുക്ക് മാരുതി സുസുക്കിയുടെ ഈ 2023 നിന്ന് 2024 പോകുമ്പോഴത്തേനും സെല്ലിങ്ങിൻ്റെ വേരിയേഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മഹീന്ദ്രയുടെ കാണാൻ സാധിക്കുന്നുണ്ട്. മഹീന്ദ്രയുടെ നമുക്ക് 4,30,000 യൂണിറ്റിൽ നിന്ന് 5,30,000 യൂണിറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് 22% സെല്ലിങ് കൂടുതൽ നടന്നിരിക്കുന്നത് മഹീന്ദ്രയുടെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ 2% ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും സെല്ലിങ്ങിൽ. അതുപോലെ തന്നെ നമുക്ക് ഹുണ്ടായിൽ നമുക്ക് ചെറിയൊരു 0.5% സെയിൽസിൽ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽസ് ഏത് കമ്പനിയുടെയാണ് നടന്നത്? സിമ്പിളായിട്ട് കാണാൻ സാധിക്കും മഹീന്ദ്രയുടെ വണ്ടികളാണ്. 2023-24 തമ്മിലൊരു കമ്പാരിസൺ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നിരിക്കുന്നത് മഹീന്ദ്രയുടെയാണ് 2024. ഓക്കെ, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാർ ഇൻഡസ്ട്രിയുടെ 4 വർഷത്തെ കണ്ടിന്യൂസ് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 നമുക്ക് കാർ സെല്ലിംഗ് വന്നിരിക്കുന്നത് 27 ലക്ഷമാണ്. അതിനുശേഷം 2022 വന്നപ്പോൾ അത് 30 പിന്നെ അത് 38 നല്ലൊരു വലിയൊരു ഹൈക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 2022-23. അതിനുശേഷം 24 വന്നപ്പോൾ വീണ്ടും അത് കൂടിക്കൂടി പോകുന്നു. അപ്പോൾ കാർ സെല്ലിംഗ് കൂടിക്കൂടി പോകുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാറിന് ആവശ്യക്കാരുണ്ട്, കാർ നല്ല രീതിയിൽ മാർക്കറ്റിൽ വിറ്റ് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ അകത്ത് മഹീന്ദ്രയുടെ ഏറ്റവും കൂടുതൽ വണ്ടികൾ വിൽക്കുന്നത് മാരുതിയുടെയും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കൂടുതൽ, അത് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ പെർസെൻറ്റേജ് സെല്ലിംഗ് നടക്കുന്ന ആരെയാണ്? മഹീന്ദ്രയുടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിച്ചു ഈ ഡേറ്റയിൽ നിന്ന്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അർബൻ ഏരിയയിലൊക്കെ വീണ്ടും കാറുകൾ 10 ലക്ഷത്തിൽ താഴെയുള്ള കാറുകളൊക്കെ വരുന്നുണ്ട്, സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഒരുപാട് സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും. ഇനി നമ്മൾ നമുക്ക് ടോട്ടലായിട്ടുള്ള കഴിഞ്ഞ കുറേ ഡേറ്റ ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് 2017 അതൊക്കെ കോവിഡിന് മുമ്പുള്ള കാലഘട്ടമാണ്. 17 നമുക്ക് 30 ലക്ഷം സംതിങ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ 18 32 ലക്ഷം, 19 33 ലക്ഷം. അതിനുശേഷം നമുക്കൊരു കുറവാണ് വന്നത്. 20-21 കാലഘട്ടത്തിൽ നമുക്ക് 27 ലക്ഷത്തിലേക്ക് വന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? കൊറോണയുടെ സമയത്ത് കോവിഡ് ടൈമിൽ നമുക്ക് കാറിൻ്റെ സെല്ലിംഗ് കുറഞ്ഞു പോയി. അതിനുശേഷം വീണ്ടും കൂടുന്നതായിട്ട് കാണാൻ സാധിച്ചു. 30 ലക്ഷത്തിലേക്ക് പോയി, പിന്നെ 38 ലക്ഷത്തിലേക്ക്, 42 ലക്ഷത്തിലേക്ക്. നമുക്കിവിടെ എന്താണ് കോവിഡിൻ്റെ ടൈമിൽ നമ്മൾ കുറച്ച് സെല്ലിംഗ് കുറഞ്ഞു പോയി. അതിനുശേഷം പോസ്റ്റ് കോവിഡിന് ശേഷം സഡൻ ജമ്പ് നമുക്ക് ഈ ഒരു കാണാൻ സാധിക്കുന്നുണ്ട് കാറിൻ്റെ ഡിമാൻഡിൽ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ്? ഓരോ വർഷം കഴിയുമ്പോഴത്തേനും കാറ് വിൽപ്പന കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊക്കെ കമ്പനികളാണ് വരുന്നത് കാർ സെക്ടറിൽ, അതിൻ്റെ അകത്ത് ഒരു കാറ് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാറിനെ പിക്ക് ചെയ്തതിന് ശേഷം, ഒരു കമ്പനീനെ പിക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ടൊന്ന് കമ്പനികളുടെ ഫണ്ടമെൻ്റൽസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ മാരുതി സുസുക്കി ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ മാരുതിയുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ലാർജ് ക്യാപ്പാണ്, റിസ്ക് കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലാർജ് ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഓവർവ്യൂ നോക്കുവാണെങ്കിൽ നമുക്ക് 1 ഇയർ റിട്ടേൺ 13% കമ്പനി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 5 ഇയർ റിട്ടേണിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 56% തന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാക്സിമം റിട്ടേണിലേക്ക് പോവുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 5 ഇയറിൽ വളരെ നല്ലൊരു പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇതുണ്ടോ 5 ഇയറിൽ CAGR കുറവാണ്, 10% അടുത്തേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നല്ല പ്രോഫിറ്റബിളാണ് കമ്പനി. അത് മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഡേറ്റാസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പ്രോഫിറ്റ്, നെറ്റ് ഇൻകം. അതുപോലെ തന്നെ എൻട്രി പോയിൻറ്റ് നല്ലൊരു വാല്യുവേഷനിലാണ് കിട്ടുന്നത്. റെഡ് ഫ്ലാഗ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ സെക്ടർ PE 38 നിൽക്കുന്നത് ടോട്ടലായിട്ടുള്ള ഓട്ടോ സെക്ടറിൻ്റെ. അതിൻ്റെ അത് നമുക്ക് 27ൻ്റെ PE റേഷ്യോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല വാല്യുവേഷനിൽ കമ്പനി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെക്ടർ PEനേക്കാളും PB റേഷ്യോ കുറവാണ്, നല്ലൊരു പോസിറ്റീവായിട്ടുള്ള പോയിൻറ്റ്. ഇതും പോസിറ്റീവായിട്ടുള്ള പോയിൻറ്റ്. സെക്ടർ ഡിവിഡൻഡിനേക്കാളും കൂടുതൽ ഡിവിഡൻഡിൽ ഈ ഒരു കമ്പനി തരുന്നുണ്ട്. വീണ്ടും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മളിതിൻ്റെ പ്രോഫിറ്റ്, നമ്മൾ റവന്യൂ കൂടി വരുന്നുണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴത്തേനും പ്രോഫിറ്റ് ഈക്വൽ ആയിരുന്നു, പിന്നെ കൂടി. അപ്പോൾ പ്രോഫിറ്റും കൂടി വരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രൊമോട്ടർ ഹോൾഡിംഗ്, നല്ലൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ഡൊമസ്റ്റിക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഡൊമസ്റ്റിക് മ്യൂച്വൽ ഫണ്ട്, റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കുറവാണ്. കൊള്ളാം, നല്ലൊരു പാറ്റേൺ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഫോർകാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ടിക്കർ ടൈപ്പിൻ്റെ 39 അനലിസ്റ്റ് ഒരു പ്രൈസ് കുറഞ്ഞതൊരു 16% ഒരു ആവറേജ് പോസിറ്റീവ്
കിട്ടാൻ സാധ്യതയുണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ 44% വരെ മുകളിലേക്കും, കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു -6% താഴോട്ടും വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഫോർകാസ്റ്റാണ്. ഉറപ്പൊന്നുമില്ല, എങ്കിലും ചാൻസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. റവന്യൂവിൽ എന്താണ് കൂടി എന്ന് പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം ഒരു റവന്യൂ കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏണിങ്സും അതുപോലെ തന്നെ. ഇവിടെ നമുക്ക് ഏണിങ്സ് ഒരു തവണ നമുക്ക് ഇച്ചിരി കുറവ് വന്നിരുന്നു, അതിനുശേഷം വീണ്ടും കൂടി. ഈ വർഷം നമുക്ക് ഏകദേശം ഒരു കുറച്ച് ഏണിങ്സ് പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെയാണ് ഈ ഒരു കമ്പനി വീണ്ടും കാണിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പിയേഴ്സ് നോക്കുവാണെങ്കിൽ, നമ്മൾ പിയേഴ്സിൽ വരുമ്പോൾ നമുക്ക് അടുത്ത കമ്പനി നമ്മൾ ഏതാണ്, നമ്മൾ M&Mലേക്ക് പോകാം. മഹീന്ദ്ര. ഇവിടെ നമുക്ക് ലാർജ് ക്യാപ്പാണ്, മോഡറേറ്റ് റിസ്ക് ആണ്. അപ്പോൾ കുറച്ച് റിസ്ക് കൂടുതലാണ് ബാക്കിയുള്ള കമ്പനിയേക്കാളും, മാരുതിനേക്കാളും കുറച്ച് റിസ്ക്, ലോ റിസ്ക് അല്ല, കുറച്ച് റിസ്ക് ഇവിടെ മോഡറേറ്റ് റിസ്ക് കാണിക്കുന്നുണ്ട്. 1 ഇയർ റിട്ടേൺ എത്രയാണ്? അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ. ഇനി നമുക്ക് 5 ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ വീണ്ടും അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ. മാക്സിമം റിട്ടേൺ നോക്കി കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള റിട്ടേൺ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ CAGR പെർഫോമൻസ് അടിപൊളിയാണ് മാരുതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. നമുക്കിവിടെ 5 ഇയർ CAGR 40%, വളരെ മനോഹരമായിട്ടുള്ള റിട്ടേണാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. കമ്പനി പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ പോകാനാണ് സാധ്യത മുമ്പോട്ടും. എൻട്രി പോയിന്റ് ഗുഡാണ്, റെഡ് ഫ്ലാഗും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ സെക്ടർ ബിനെ സംബന്ധിച്ച്, സെക്ടർ ബിനേക്കാളും കുറവാണ്, മാരുതിയുടെ PE റേഷ്യോട് ചേർന്നാണ്. സെക്ടർ ബിനേക്കാളും കുറവാണ്, ഗുഡ്. പിന്നെ സെക്ടർ ഡിവിഡൻഡിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. എല്ലാം പോസിറ്റീവായിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ഇവിടെ മാരുതിയുടെ ഡിവിഡൻഡിനേക്കാളും കുറച്ച് കുറവാണ് M&Mൻ്റെ. ഓക്കെ, ബാക്കി കമ്പനി പ്രോഫിറ്റബിൾ ആണ്. ഇനി നമ്മൾ ഈ കമ്പനിയുടെ പ്രൈസ് പ്രെഡിക്ഷൻ 35 അനലിസ്റ്റ് നമുക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14% വരെ ഇത് മീഡിയം ഗ്രോത്ത് തരാൻ സാധ്യതയുണ്ട്. അത് 35% വരെ പ്രൈസ് കൂടാനും സാധ്യതയുണ്ട്. ലോ -9. ഓക്കെ, എങ്കിലും പ്രൈസ് മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് കാണിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു നെഗറ്റീവ് പോയിന്റ് കാണിക്കുന്നുണ്ട് മാരുതിയുടെ. ഇവിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് 2024 വരെ റവന്യൂ ഗ്രോത്ത് തന്നിട്ട് ഇവിടെ ഈ ഫോർകാസ്റ്റ് കാണിക്കുന്നത് ഒരു 20% അടുത്ത് ഒരു റവന്യൂ കുറയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഏണിങ്സ് കൂടി നമുക്ക് ഇവിടെയും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ടോട്ടൽ റവന്യൂ ഇച്ചിരി കുറയാൻ സാധ്യതകൾ ഈ കമ്പനിയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മളിനി ഓവർവ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് എത്രയാണ് റവന്യൂ ഇവിടെ ഇച്ചിരി കുറയാനാണ് ഫോർകാസ്റ്റിൽ കാണിക്കുന്നത് 2025 വരുമ്പം. പ്രോഫിറ്റ് കുറച്ചും കൂടെ കൂടാൻ തന്നെയാണ് 2025 കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു റവന്യൂയുടെ ചെറിയൊരു നെഗറ്റീവ് പോയിന്റ് ഇവിടെ കാണുന്നുണ്ട്. ഇനി ഡീറ്റെയിൽഡ് ഹോൾഡിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിഭീകരമായിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. പ്രൊമോട്ടർ ഇച്ചിരി കുറവാണ്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഡൊമസ്റ്റിക് ഉണ്ട്, റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ കുറവാണ്. ഓക്കെ, നല്ലൊരു പാറ്റേൺ തന്നെയാണ്. ബട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയ രീതിയിൽ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത കമ്പനിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് പിയേഴ്സിലേക്ക് പോകാം. നമുക്ക് അടുത്ത ടാറ്റ മോട്ടോഴ്സിലേക്ക് പോകാം. ടാറ്റ മോട്ടോഴ്സ് 4 വീലർ മാനുഫാക്ചറിങ് കമ്പനി, ലാർജ് ക്യാപ്പ്, മോഡറേറ്റ് റിസ്ക്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മോഡറേറ്റ് റിസ്ക് ആണ്. നമുക്ക് 1 ഇയർ റിട്ടേൺ എത്രയാണ്? -ആണ്. കമ്പനി 1 ഇയറിൽ പെർഫോമൻസ് കുറവാണ്. നമുക്ക് 5 ഇയറിൽ കിട്ടിയിട്ടുണ്ട്. 5 ഇയറിൽ മോശമില്ലാത്ത റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. മാരുതിനേക്കാളും നല്ല റിട്ടേൺ തന്നിട്ടുണ്ട്. എന്നാൽ M&Mൻ്റെ അത്രയും തന്നിട്ടുണ്ടോ? ഇല്ല. ഈ മാക്സിമം റിട്ടേൺ എത്രയാണ്? മാക്സിമം റിട്ടേൺ കുഴപ്പമില്ല. ബാക്കിയുള്ള കമ്പനികളുടെ അത്രയും റിട്ടേൺ തന്നിട്ടില്ല, എന്നാലും കുറവാണ്. അപ്പോൾ പെർഫോമൻസ് നമുക്ക് 5 ഇയർ CAGR 30%. മോശമില്ലാത്ത റിട്ടേൺ ഉണ്ട്. M&Mൻ്റെ അത്രയും പെർഫോമൻസ് തന്നിട്ടില്ല. പ്രോഫിറ്റബിലിറ്റി, നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. എൻട്രി പോയിന്റ്, റെഡ് ഫ്ലാഗ്, ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. സെക്ടർ ബിനേക്കാളും നല്ലൊരു വാല്യുവേഷൻ കിട്ടുന്നു. സെക്ടർ ബിനേക്കാളും വളരെ PB റേഷ്യോ കുറവ്. സെക്ടർ ഡിവിഡൻഡിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നു. പോസിറ്റീവാണ് ഈ കാര്യങ്ങളൊക്കെ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ ഇവിടെ കമ്പനി റവന്യൂ കൂടി. ഓക്കെ, ഇവിടെ വരുമ്പോൾ എത്രയാണ്? പ്രോഫിറ്റ് മൈനസിലായിരുന്നു, പ്രോഫിറ്റബിൾ അല്ലായിരുന്നു കമ്പനി, ലോസിലായിരുന്നു കമ്പനി. പിന്നെ കറക്റ്റ് പ്രോഫിറ്റിൽ വന്നു. 2024 വന്നപ്പോൾ നല്ലൊരു പ്രോഫിറ്റബിൾ ആയി. അപ്പോൾ മുമ്പോട്ടുള്ള ഫോർകാസ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ഹോൾഡിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? നല്ലൊരു പ്രൊമോട്ടർ ഹോൾഡിങ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവരും കയ്യിലുണ്ട്. നല്ലൊരു ഹോൾഡിംഗ് പാറ്റേൺ തന്നെ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഫോർകാസ്റ്റിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഫോർകാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൈസ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകാൻ തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് കാണിക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു മിനിമം ഒരു 20% മുകളിലേക്ക് പോകാൻ സാധ്യത കാണിക്കുന്നു. നമ്മൾ റവന്യൂവിലേക്ക് വരുമ്പോൾ എത്രയാണ്? റവന്യൂ കൂടാൻ തന്നെയാണ് സാധ്യതകൾ. അതായത് കൂടി അധികം കൂടാനല്ല, എന്നാലും ഒരു 3-4% റവന്യൂ കൂടാൻ തന്നെയാണ് സാധ്യതകൾ. ഇനി നമ്മൾ ഇവിടെ എത്രയാണ്? പ്രോഫിറ്റ് നമ്മൾ കുറയാൻ സാധ്യതകൾ കാണിക്കുന്നു. പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും പ്രോഫിറ്റ് കുറയാനാണ് ഇവിടെ കാണിക്കുന്നത്, സാധ്യതകൾ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് കുറവായതുകൊണ്ട് തന്നെ ഈ കമ്പനി നമുക്കൊരു ഡൗട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല വാല്യുവേഷനിൽ കിട്ടുന്നുണ്ട്, നല്ല ഡിപ്പിൽ കിട്ടുന്നുണ്ട്. അത്രയും മാർക്കറ്റ് വീഴതിനൊപ്പം തന്നെ ഇത്രയും ടാറ്റ മോട്ടോഴ്സ് താഴ്ത്ത് വീഴാനുള്ള കാരണം എന്താണ്? അത് പ്രോഫിറ്റബിൾ അല്ല, കമ്പനി പ്രോഫിറ്റ് കുറഞ്ഞു പോയി എന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് M&M ആണ് കൂടുതൽ പ്രോഫിറ്റബിൾ, അതുപോലെ തന്നെ നമുക്ക് മാരുതിയും പ്രോഫിറ്റബിൾ ആണ്. ബട്ട് ടാറ്റ മോട്ടോഴ്സ് കമ്പനി പ്രോഫിറ്റബിൾ അല്ല. ഫ്യൂച്ചറിൽ നല്ല പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഹൈക്ക് കിട്ടാനും സാധ്യതയുണ്ട് പ്രൈസിൽ. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കാരണം എത്രയാണ്? വാല്യുവേഷൻ ഇവിടെ കുറവാണ്. ഇനി നമ്മൾ PACൽ ഹുണ്ടായിലിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഹുണ്ടായിലിട്ട് പോകാം. ഹുണ്ടായി ലിസ്റ്റ് ചെയ്തത് അധികം സമയമായിട്ടില്ല. നമുക്ക് 1 ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ തൊട്ട് നമുക്ക് റിട്ടേൺസ് ഒന്നും തന്നിട്ടില്ല.
ബാക്കി നമുക്കിതിൻ്റെ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല, കാരണം ലിസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ബാക്കി പ്രോഫിറ്റബിൾ ആണ് കമ്പനി, എൻട്രി പോയിൻറ്റ് ഗുഡാണ്, റെഡ് ഫ്ലാഗ് ഒന്നുമില്ല. ബാക്കി ലാർജ് ക്യാപ് കമ്പനിയാണ്, റിസ്ക് വളരെ കുറവാണ്. മാരുതിനെ പോലെ തന്നെ റിസ്ക് കുറവാണ് ഇവിടെ കാറ്റഗറി. 1766 നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്, സെക്ടർ പിന്നേക്കാളും നല്ലൊരു പി റേഷ്യോ, ഗുഡ്. സെക്ടർ പി ബിനേക്കാളും പി ബി റേഷ്യോ കൂടുതലാണ്. ഇത് ഇച്ചിരി നെഗറ്റീവായിട്ടുള്ള പോയിൻ്റാണ്. സെക്ടർ ഡിവിഡൻഡ് ഈൽഡിനേക്കാളും അതിമനോഹരമായിട്ടുള്ളൊരു ഡിവിഡൻഡ് ഈൽഡ്, അത് FTനെ തന്നെ ഫീൽ ചെയ്യുന്നൊരു ഡിവിഡൻഡ് ഈൽഡ്, അത് സൂപ്പർ ഡിവിഡൻഡ് ഈൽഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്കിവിടെ കമ്പനിയുടെ റവന്യൂ കൂടി. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് കൂടി. ഓക്കെ, വളരെ നല്ലൊരു ഫൈനാൻഷ്യൽ ട്രെൻഡ്. ഹോൾഡിംഗ് പാറ്റേണിലേക്ക് വരുമ്പം അതിമനോഹരമായിട്ടുള്ള പ്രൊമോട്ടറിൻ്റെ അതിന് നല്ലൊരു ഉണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും ഡൊമസ്റ്റിക് എല്ലാവരുടെയും കയ്യിലുണ്ട്. റീറ്റെയിലേഴ്സിൻ്റെ കുറവാണ്. കൊള്ളാം, നല്ല ഒരു പാറ്റേൺ തന്നെയാണ്, ഒട്ടും മോശമല്ല. ബാക്കി നമ്മളിനി ഇതിൻ്റെ ഫോർകാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡേറ്റ കിട്ടാൻ സാധ്യതകൾ കുറവാണ്. ഫോർകാസ്റ്റിൽ പ്രൈസ് മുകളിലേക്ക് തന്നെ പോകും എന്നാണ് കാണിക്കുന്നത്. ഇവിടെ റവന്യൂവും ഏണിങ്സും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, കാരണം ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയുള്ളൂ. ഒത്തിരി നാളായാലും ഒക്ടോബറിലാണ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒക്ടോബറിൽ. അപ്പോൾ നമുക്കിനി പിയേഴ്സ് കമ്പാരിസൺ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, നമുക്ക് നല്ല പ്രോഫിറ്റബിളായിട്ട് നിൽക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ്. നമുക്ക് M&M നല്ലൊരു പ്രോഫിറ്റബിളാണ് കമ്പനി, ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന കമ്പനിയാണ് M&M. കമ്പാരിസൺ ഓരോ വർഷത്തെ വെച്ച് നോക്കുമ്പം അടുത്ത വർഷത്തേക്ക് നല്ലൊരു M&M സെയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് പി റേഷ്യോ ഏതാണ്, ഏറ്റവും കൂടുതൽ പി റേഷ്യോ ഇവിടെ തന്നെയാണ്. അപ്പം കമ്പനി ഇപ്പോഴും മാർക്കറ്റ് ക്രാഷിലും പ്രൈസ് ഒത്തിരി വീണിട്ടില്ല M&Mൻ്റെ. ബട്ട് ഏറ്റവും കൂടുതൽ വീണത് ഏതൊക്കെയാണ്, ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് നല്ല രീതിയിൽ താഴെയാണ് കിട്ടുന്നത്. ബാക്കി മാരുതിയുടെയും ഹുണ്ടായുടെയും മോശമില്ലാത്തൊരു നല്ലൊരു വിലയ്ക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ടൈമിലേക്ക് ടാറ്റ മോട്ടോഴ്സ് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൽ അതിമനോഹരമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് പി ബി റേഷ്യോ ഇവിടെ ഏതിനാണ് മോശം, പി ബി റേഷ്യോ ഇവിടെ നമുക്ക് ഹുണ്ടായിക്ക് പി ബി റേഷ്യോ ഇച്ചിരി മോശമാണ്, സെക്ടർ പി ബിനേക്കാളും കുറച്ച് കൂടുതലാണ്. ബാക്കി സെക്ടർ പി ബി 6 വരുന്നതെങ്കിൽ അതിൻ്റെ താഴെയാണ് ബാക്കിയുള്ള കമ്പനികളെല്ലാം വരുന്നത്. നമുക്ക് ഇവിടെ ഇതൊരു ചെറിയൊരു മൈനസാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പി ഇ കുറച്ച് മൈനസാണ്. ബാക്കി എല്ലാം ഓക്കെയാണ് ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമ്മൾ ഫോർകാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ടിക്കർ ടൈപ്പിൻ്റെ അനലിസ്റ്റ് നമുക്ക് ഹുണ്ടായിക്ക് 100% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്, M&Mന് 94% ഉണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് M&Mൻ്റെ ഇവിടെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു അപ്സൈഡ്, നമുക്ക് പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യതകൾ കാണിക്കുന്നു, M&Mൻ്റെ മുകളിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഏണിങ്സ് നമുക്ക് വീണ്ടും M&Mലും മാരുതിയിലും കൂടാൻ സാധ്യതകൾ കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ഡിവിഡൻഡ് ഈൽഡ് സംസാരിച്ച് കഴിഞ്ഞാൽ അതും 7% ഡിവിഡൻഡ് ഈൽഡ് നമുക്ക് ഉണ്ടായി തരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവരൊരു റെക്കമെൻഡേഷൻ തന്നത് ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ. അപ്പോൾ ഇവിടെ എന്താണ്, ഹുണ്ടായിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പി റേഷ്യോ നല്ലതാണ്, നല്ല വാല്യുവേഷനിലാണ് കിട്ടുന്നത്. ബാക്കി ഏണിങ്സ് ഫോർകാസ്റ്റും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് കമ്പനി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് പഴയ ഫിനാൻഷ്യൽ ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രോഫിറ്റ് റവന്യൂ കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്യൂച്ചറിലേക്കും അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹുണ്ടായി പ്രോഫിറ്റ് നല്ലൊരു വെൽത്ത് തരാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ M&M നല്ല രീതിയിൽ കമ്പനി പ്രോഫിറ്റബിളാണ്, നല്ല രീതിയിൽ സെയിൽ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ തന്നിരിക്കുന്നത്. ബാക്കി മാരുതി ടാറ്റ മോട്ടോഴ്സ്, ഇവിടെ ടാറ്റ മോട്ടോഴ്സ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പി റേഷ്യോയിൽ നമുക്ക് കിട്ടുന്നത്. ബൈ റെക്കമെൻഡേഷൻ കുറവായിട്ട് വരുന്നത്, അടുത്ത വർഷത്തേക്ക് പ്രോഫിറ്റ് കുറയാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഫ്യൂച്ചറിൽ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിട്ടേൺ തരാനും പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്തിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻട്രീസ് എടുക്കാം, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് നല്ല ഏതെങ്കിലും ഒരു കമ്പനി പിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെറിയ SIPകൾ നടത്തി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്തെ അനലിസ്റ്റിൻ്റെ ബൈ റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ടോട്ടലായിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ ഏകദേശം ഐഡിയാസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നല്ല മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പം നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.